നിങ്ങളിപ്പോൾ ഈ കാണുന്ന ദൃശ്യം മലപ്പുറം താനൂരിലെ ഒരു പ്രൈവറ്റ് ബസിന്റെ ഡാഷ്ബോർഡിൽ നിന്നുള്ള വീഡിയോയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഉയർന്ന ജനസാന്ദ്രത തന്നെയാണ്. കേരളത്തിന്റെ പൊതുഗതാഗതത്തിന്റെ 90% ബസ്സിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ബസ് സംരംഭങ്ങൾ. എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ബസ്സുകാരും അതുപോലെ തന്നെ മറ്റ് യാത്രക്കാരുമായിട്ട് പൊതുനിരത്തിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും അത് അവസാനം കയ്യേറ്റത്തിലേക്ക് അല്ലെങ്കിൽ റോഡിലുള്ള സർക്കസിലേക്കൊക്കെ പോകുന്നതും നമ്മൾ പതിവായി കാണാറുണ്ട്. ഇവിടെ ഇതിന്റെയൊക്കെ ഇരയായി മാറുന്നത് ഇതൊന്നും അറിയാതെ മാന്യമായി റോഡിലൂടെ സഞ്ചരിക്കുന്ന കുറെ പാവങ്ങളാണ്. KSRTCക്കായാലും മറ്റ് പ്രൈവറ്റ് ബസ്സുകൾക്കായാലും റൂട്ടിൽ കൃത്യസമയങ്ങളിൽ അതാത് ഡെസ്റ്റിനേഷനുകളിൽ എത്തിച്ചേരേണ്ട സമയക്രമം പാലിക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ലാത്ത പക്ഷം KSRTCയിലാണെങ്കിൽ ഇവർക്കെതിരെ നടപടികളും, ഇനി പ്രൈവറ്റ് ബസ് മേഖലയിലാണെങ്കിൽ ബസ്സുകാർ തമ്മിലുള്ള കയ്യാങ്കളിയും പതിവാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ റോഡിലൂടെ പോകുന്ന മറ്റ് യാത്രക്കാർക്ക് ഇവർ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. ഇത് തുറന്നു പറയുമ്പോൾ പലർക്കും ഒരു ദേഷ്യമൊക്കെ തോന്നാം. അങ്ങനെ ദേഷ്യം തോന്നിയിട്ടും കാര്യമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് യദു എന്ന KSRTCയിലെ ഡ്രൈവർ തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനും സംഘത്തിനും വഴി കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നടന്ന പുകില് നമ്മൾ കണ്ടതാണ്. ചെറുപ്പക്കാരന്റെ ഗതി പിന്നെ അതോ ഗതിയായി. പോലെയുള്ള ഭരണാധികാരികൾ തന്നെ ഇത്തരം മാതൃകയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കുന്നത്. പിന്നെ മറ്റുള്ളവരെ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? പക്ഷെ ഇവിടെ ഈ ബൈക്കിൽ വരുന്ന മഹാൻ കാണിച്ചത് നല്ല ഒന്നാന്തരം വൃത്തികേടാണെന്ന് പറയേണ്ടി വരും. എത്ര അപകടകരമായിട്ടാണ് ഇയാൾ ആ ബസ്സിന് മുന്നിൽ കൊണ്ടുവന്ന് ആ ബൈക്ക് ബ്രേക്ക് ചെയ്യുന്നതും വീണ്ടും മുന്നോട്ടെടുക്കുന്നതും. ആ ബസ് ഓടിക്കുന്ന ഡ്രൈവറുടെ മനസാന്നിധ്യം മാറിപ്പോയിരുന്നുവെങ്കിൽ ഈ മഹാൻ ഇപ്പോൾ ഏതെങ്കിലും ആശുപത്രിയിൽ കിടക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന എത്ര പേരുടെ ജീവന് ഭീഷണിയാവുന്ന രീതിയിലാണ് അയാൾ ഈ കോപ്രായം കാട്ടിക്കൂട്ടിയത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ബസ്സിനകത്ത് ഒരു അമ്മ ഒരു കുഞ്ഞു കുട്ടിയുമായിട്ട് യാത്ര ചെയ്യുന്നത്. ആ ഒരു സഡൻ ബ്രേക്ക് ഇടുമ്പോൾ തൊട്ടു മുന്നിലുള്ള ആ കമ്പികളിൽ കുഞ്ഞു ചെന്ന് തട്ടുവാനും അപകടം പറ്റുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവുന്നതാണോ? വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ആ കുട്ടി നന്നായി കരയുന്നുണ്ട്. ഇനി റോഡിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായെങ്കിൽ തന്നെ മാന്യമായിട്ട് ആ ബസ് നിർത്തിച്ചിട്ട് സംസാരിക്കാനുള്ള മര്യാദ ഈ ചെറുപ്പക്കാരൻ കാണിക്കണമായിരുന്നു. അല്ലാതെ റോഡിൽ കിടന്ന് ഈ ഷോ കാണിച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ നോക്കരുത്. ഇവനെയൊക്കെ ശരിക്കും മുക്കാലിൽ കെട്ടി അടിക്കുകയാണ് വേണ്ടത്. ഒരു ഹെൽമറ്റ് പോലുമില്ലാതെ ഒരു ഇരുചക്ര വാഹനത്തിൽ തോന്നിവാസം കാണിച്ചിട്ട് സ്വന്തം ജീവന് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവനും കൂടി ഭീഷണിയാവുകയാണ് ഇത്തരം കോമാളികൾ. ഡാഷ്ബോർഡിൽ കാണുന്ന വീഡിയോ അനുസരിച്ച് ബസ് അത്രയധികം വേഗത്തിലൊന്നുമല്ല പോകുന്നതും. ഇങ്ങനെയൊക്കെ കാണിക്കാനുണ്ടായ പ്രകോപനം എത്ര തന്നെ വലുതാണ് എങ്കിലും ഈ പ്രവൃത്തിയൊന്നും അങ്ങോട്ട് ന്യായീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതുമല്ല. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കുക തന്നെ വേണം. അല്ലാത്തപക്ഷം ഇതുപോലെയുള്ള ഭ്രാന്തന്മാർ ബൈക്കും കാറുമായിട്ട് റോഡിലേക്ക് ഇറങ്ങി ഇനിയും ഇതുപോലെയുള്ള അഹങ്കാരങ്ങളും പേക്കൂത്തുകളും കാട്ടിക്കൂട്ടും. അതിനെല്ലാം കുടപിടിക്കുവാനും ഇത്തരത്തിലുള്ള വട്ടന്മാർക്ക് പ്രചോദനമാകുവാനും കുറെ ഭരണാധികാരികളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. എന്തായാലും നാട്ടുകാർ ഈ മഹാന്റെ വിഷമം തീർത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സന്തോഷം.